നമസ്കാരം, സ്ട്രൈക്ക് ടോക്കറാണ്. കുപ്രസിദ്ധ അധോലോക നേതാവും മുൻ MLAയുമായ അരുൺ ഗാവ്ലി 17 വർഷത്തിനു ശേഷം ജയിൽ മോചിതനായി. 2007 കൊലക്കേസിൽ ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കഴിയുകയായിരുന്നു അരുൺ ഗാവ്ലി. സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചതോടെയാണ് പുറത്തിറങ്ങിയത്. നാഗ്പൂർ സെൻട്രൽ ജയിലിൽ നിന്ന് ബുധനാഴ്ചയാണ് അരുൺ ഗാവ്ലി പുറത്തിറങ്ങിയത്. മുൻ MLAയെ സ്വീകരിക്കാനായി കുടുംബാംഗങ്ങളും അനുയായികളും ഉൾപ്പെടെയുള്ളവർ ജയിലിന് മുന്നിലെത്തിയിരുന്നു. മുംബൈയിലെ ശിവസേന നേതാവായ കലാംകർ ജാംസേദഗറിനെ കൊലപ്പെടുത്തിയ കേസിലാണ് അരുൺ ഗാവ്ലിയെ വിചാരണ കോടതി ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചിരുന്നത്. ഇതിനെതിരെ പ്രതി ബോംബെ ഹൈക്കോടതിയെ സമീപിച്ചെങ്കിലും 2019 വിചാരണ കോടതിയുടെ വിധി ഹൈക്കോടതിയും ശരിവെക്കുകയായിരുന്നു. തുടർന്നാണ് അരുൺ ഗാവ്ലി സുപ്രീം കോടതിയെ സമീപിച്ചത്. മുംബൈ അധോലോകത്ത് നിന്ന് രാഷ്ട്രീയത്തിലേക്കെത്തി കുപ്രസിദ്ധി നേടിയ ആളാണ് അരുൺ ഗാവ്ലി. സഹോദരനായ കിഷോറിനൊപ്പം 1970കളിലാണ് അരുൺ ഗാവ്ലി മുംബൈ അധോലോകത്തെത്തുന്നത്. രാമ നായിക്കിന്റെയും ബാബു റഷീമിന്റെയും നേതൃത്വത്തിലുള്ള ബൈക്കുള കമ്പനി എന്ന അധോലോക സംഘത്തിലായിരുന്നു ഇരുവരുടെയും തുടക്കം. മുംബൈയിലെ ബൈക്കുള, പാരൽ മേഖലകളിൽ വിറപ്പിച്ചിരുന്ന ഗുണ്ടാ സംഘമായിരുന്നു ഇവരുടേത്. 1988 പോലീസ് ഏറ്റുമുട്ടലിൽ രാമ നായിക് കൊല്ലപ്പെട്ടതോടെ അരുൺ ഗാവ്ലി ബൈക്കുള കമ്പനിയുടെ നേതൃത്വം ഏറ്റെടുത്തു. പിന്നീടങ്ങോട്ട് മുംബൈയിലെ നിരവധി ക്രിമിനൽ പ്രവർത്തനങ്ങളിൽ ബൈക്കുള കമ്പനി സജീവമായിരുന്നു. 80കളിലും 90കളിലും ദാവൂദ് ഇബ്രാഹിമിന്റെ ഡി കമ്പനിയും ബൈക്കുള കമ്പനിയും തമ്മിൽ പലതവണ ഏറ്റുമുട്ടലുകളുണ്ടായി. ആദ്യം ശിവസേനയുമായി അടുപ്പമുണ്ടായിരുന്ന അരുൺ ഗാവ്ലി 90കളുടെ മധ്യത്തിൽ പാർട്ടിയുമായുള്ള ബന്ധം വിച്ഛേദിച്ചു. തുടർന്ന് അഖില ഭാരതീയ സേന എന്ന പേരിൽ സ്വന്തം രാഷ്ട്രീയ പാർട്ടിയും സ്ഥാപിച്ചു. 2004 തെരഞ്ഞെടുപ്പിൽ മുംബൈയിലെ ചിൻചോക്ലിയിൽ മത്സരിച്ച അരുൺ ഗാവ്ലി MLA ആയി തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. കൂടുതൽ വീഡിയോസുകൾക്കായി ഈ ചാനലിലൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ദിസ് ഇസ് സ്ട്രൈക്ക് ടോക്കർ സൈനിങ് ഓഫ്.